ഈ ഒരു വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന തിരക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിനെപ്പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹായ്, ഇതെന്റെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ഷിബില ഫ്രം മാണൂർ. മേക്കപ്പിനെ പറ്റിയുണ്ടല്ലോ യാതൊരു കൺസേണും ഇല്ലാത്ത ബ്രൈഡ് ആയിരുന്നു കേട്ടോ ഷിബില. അതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ആളുടെ കസിൻസിനൊക്കെ വെഡിങ്ങിന് വേണ്ടി ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേക്കപ്പിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഷിബില നല്ല കൂളായിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആളുടെ ലെഹങ്കയുടെ കളറിനെ പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ഐ മീൻ അതിന്റെ കളർ എന്താന്ന് പറയാൻ എനിക്കറിയില്ല. എന്നാലും അതിന് മാച്ച് ആവുന്ന ഐ വർക്കും ലിപ് ഷെയ്ഡും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഔട്ട്ഫിറ്റിന് മാച്ച് ആവുന്ന മേക്കപ്പിന്റെ കേസിൽ നോ കോംപ്രമൈസ്. അങ്ങനെ ആവുമ്പോഴാണല്ലോ ടോട്ടലി എല്ലാം ഒന്ന് മാച്ച് ആയി പോവുള്ളൂ. ഇനി ഞാൻ ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യത്തിനെ പറ്റി സംസാരിച്ചാലോ? ഈ ബാക്കിൽ ഇരിക്കുന്നവരിൽ 2 പേര് എന്റെ ബ്രൈഡ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഷിബിലക്ക് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ പോയപ്പോൾ എനിക്കൊരു ഫാമിലിയിൽ പോണ പോലെ ഫീൽ ചെയ്ത് അവരുടെ മേക്കപ്പിന്റെ എക്സ്പീരിയൻസും മറ്റുള്ളവർ പറഞ്ഞ റിവ്യൂ ഒക്കെ പറഞ്ഞ് മേക്കപ്പ് കഴിഞ്ഞതേ അറിഞ്ഞില്ല. എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റൂം ഉണ്ടായിരിക്കും. ഫാമിലിയിലൊക്കെ ആള് കൂടുമ്പോൾ ആ റൂമിലായിരിക്കും എല്ലാവരും കൂടി ഒത്തുകൂടുക. ഒരു 80% വീടുകളിലും ആ റൂം തന്നെ ആയിരിക്കും മണിയറായിട്ട് ഒരുക്കുക. മുന്നത്തേതുപോലെ മാരേജിന് വേണ്ടി കൊണ്ടുവന്ന ലഗേജൊക്കെ അവിടെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. ബ്രൈഡ്സിനോട് നമ്മൾ മുൻകൂട്ടി പറയുന്ന കാര്യം ഇത് തന്നെയാണ് കേട്ടോ. മേക്കപ്പിന്റെ ഇടയിൽ ഡോറ് വന്ന് മുട്ടുമ്പോൾ അത് നമുക്ക് ഡിസ്റ്റർബ് ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ പോലും ബ്രൈഡ്സിന്റെ പാരന്റ്സിന് ഇടയ്ക്ക് റൂമിലേക്ക് വരേണ്ട സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഡോറ് തുറക്കാതെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും വല്ല അർജന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോറ് മുട്ടുമ്പോൾ ഞാൻ തുറന്നു കൊടുക്കാറുണ്ട്. എന്നാൽ ചില വീടുകളിൽ പോയിട്ട് പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ടും ഞാൻ ബാഡ് കമന്റ് കേട്ടിട്ടുണ്ട്. അതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്, ഡോറ് മുട്ടിയാൽ തുറക്കില്ല എന്നുള്ളത്. നമ്മൾ ഈ കാര്യത്തെ പറ്റി ബ്രൈഡ്സിനോട് പറഞ്ഞിട്ടും അവർ ഡോറ് വന്ന് മുട്ടുന്നുണ്ടെങ്കിൽ അത് അത്രയും അത്യാവശ്യമുള്ള കാര്യമായിരിക്കും. ജസ്റ്റ് ഒന്ന് ഡോർ ഓപ്പൺ ചെയ്ത് കാര്യം ചോദിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെയുള്ള അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ റൂമിൽ കയറിയെന്ന് വെച്ച് നമ്മളുടെ മേക്കപ്പിന്റെ ട്രിക്സ് ഒന്നും അവർ പഠിക്കാൻ പോകും. നമ്മൾ നമ്മളുടെ പാഷൻ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോകുമ്പോൾ അവിടുത്തെ ഫാമിലി ആയിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ മേക്കപ്പിന്റെ കൂട്ടത്തിൽ നമ്മളെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാവുക എന്നുള്ളത് നല്ല കാര്യമല്ലേ? ഒരുപക്ഷെ എല്ലാവരും എന്റെ പോലെ ചിന്തിക്കുന്നവരായിരിക്കില്ല. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യട്ടോ.